നമസ്കാരം. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായി ചൈനയെ അമേരിക്ക വീണ്ടും തുറന്നു പറഞ്ഞ സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ബീജിംഗ് സന്ദർശനം നടക്കുന്നത്. നോക്കുമ്പോൾ ഇതൊരു നയതന്ത്ര സൗഹൃദ സന്ദർശനമായി തോന്നാമെങ്കിലും അതിന്റെ പിന്നിൽ അതീവ സങ്കീർണമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഉള്ളതെന്നാണ് ആഗോള നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ചൈനയാണ് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ജിയോപൊളിറ്റിക്കൽ വെല്ലുവിളി എന്ന അമേരിക്കൻ നിലപാട് ഒരു വശത്ത് ശക്തമാകുമ്പോൾ മറുവശത്ത് ട്രംപ് നേരിട്ട് ഷീ ജിൻപിങ്ങിനെ കാണാൻ തയ്യാറാവുന്നത് വെറും സൗഹൃദ നയതന്ത്രമല്ല എന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്. അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ വെല്ലുവിളി ചൈനയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് തുറന്നടിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് റൂബിയോയുടെ പരാമർശം പുറത്തു വന്നിരുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ചൈന കൂടുതൽ സജീവമായ പങ്ക് വഹിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ്വ്യവസ്ഥകൾ തമ്മിലുള്ള താൽപര്യങ്ങളുടെ സംഘർഷം സമാധാനപരമായി കൈകാര്യം ചെയ്യേണ്ടത് ആഗോള സ്ഥിരതയ്ക്ക് ആവശ്യമാണ് എന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. പരസ്പര സഹകരണത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി തള്ളിക്കളയില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈന തയ്യാറാകണം. രാജ്യാന്തര കടൽപാതകളിൽ ആക്രമണം നടത്തുന്ന ഇറാൻ ആഗോളതലത്തിൽ ഒറ്റപ്പെടുകയാണ് എന്ന് ചൈന അവരെ ബോധ്യപ്പെടുത്തണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെടുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ ഉപരോധങ്ങൾ മറികടന്ന് ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. എന്നാൽ ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് ചൈനയുടെ കൂടി ആവശ്യമാണെന്ന് റൂബിയോ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഈ പാതയെ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെയും ചൈനയുടെ കയറ്റുമതി മേഖലയെയും ദോഷകരമായി ബാധിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ തായ്വാൻ വിഷയം ചർച്ചയാകുമെന്ന് റൂബിയോ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇൻഡോ പസഫിക് മേഖലയിലോ തായ്വാനിലോ സ്ഥിരത തകർക്കുന്ന യാതൊരു നീക്കവും ഉണ്ടാകരുത് എന്ന് ഇരു രാജ്യങ്ങളുടെയും ആവശ്യമാണ്. തായ്വാന് ചുറ്റും ചൈന സൈനിക സാന്നിധ്യം ശക്തമാക്കുമ്പോഴും ഇറാൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നതിനാൽ ഏഷ്യൻ മേഖലയിൽ US സൈന്യത്തിന് പൂർണ്ണമായി ഇടപെടാൻ പരിമിതികളുണ്ട്. ട്രംപ് ഭരണകൂടം പ്രധാനമായും വ്യാപാര താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെങ്കിലും ചൈനയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉചിതമായ വേദിയിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ US ഉന്നയിക്കുമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചിരുന്നു. പ്രധാനമായും 3 വലിയ ലക്ഷ്യങ്ങളാണ് ഈ സന്ദർശനത്തിന് പിന്നിലെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്, ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയെ നിയന്ത്രണ വിധേയമാക്കുക. ഇറാനുമായി ശക്തമായ സാമ്പത്തിക ഊർജ്ജ ബന്ധമുള്ള ചൈന അമേരിക്കയുടെ നീക്കങ്ങളെ തുറന്നെതിർക്കാതിരിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയും എണ്ണവില വർധനയും അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ ലക്ഷ്യം സാമ്പത്തികമാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത തീരുവ നയങ്ങൾ അമേരിക്ക ചൈന വ്യാപാര ബന്ധം തകർത്തതോടെ ആഗോള വിപണികളും സമ്മർദ്ദത്തിലായി. അതിനാൽ പൂർണ്ണമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാതെ നിയന്ത്രിത മത്സരം തുടരാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. ചൈനയിൽ നിന്ന് വൻ നിക്ഷേപങ്ങളും വ്യാപാര കരാറുകളും ഉറപ്പാക്കുക എന്നതും ട്രംപിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ മേധാവികളും ഈ സന്ദർശന സംഘത്തിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധ നേടുകയാണ്. എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും അപകടകരമായ ഭാഗം തായ്വാൻ വിഷയമാണ്. തായ്വാൻ തെറ്റായി കൈകാര്യം ചെയ്താൽ സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങാമെന്ന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ മുന്നറിയിപ്പ് ലോകശക്തി സമവാക്യത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക പിന്തുണയും ചൈനയുടെ ആക്രമണാത്മക ദേശീയതയും തമ്മിൽ ഇപ്പോൾ ഏഷ്യ ഒരു സ്ഫോടനാവസ്ഥയിലാണെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. അതിനാൽ ട്രംപിന്റെ ചൈന സന്ദർശനം സമാധാന ചർച്ചയേക്കാൾ കൂടുതൽ ശക്തി അളക്കുന്ന രാഷ്ട്രീയ നീക്കമെന്ന രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പുറത്തേക്ക് കൈകോർക്കുന്ന അമേരിക്കയും ചൈനയും അകത്ത് പരസ്പരം തകർക്കാനുള്ള നീക്കങ്ങളിലാണോ എന്ന സംശയമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശക്തമാകുന്നത്. ലോകം പുതിയ ശീതയുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യവും ഈ സന്ദർശനം വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്.